കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്ര ഗാഥയോട് പറയണേണ്, മുമ്പൊക്കെ മോള് എത്ര കഠിനമായ വ്രതങ്ങളാണ് ഒരു മടിയും കൂടെ അത് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. അതിലൊരു വീഴ്ച മോൾക്ക് വരുത്തിയിട്ടില്ലല്ലോ. അതെടുക്കാൻ മോൾക്ക് ഒരു മടിയില്ലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ആ സമയത്ത് മോൾ ഏതു നേരത്തും പൂജാമുറിയിലും പ്രാർത്ഥനയിലുമായിരുന്നു. ദൈവത്തിൻ്റെ കാര്യം അന്നേരം മോൾക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. അതാണ് മോളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ തോന്നുന്നത്. ഇത് മോള് നവീന് വേണ്ടി എടുക്കുന്ന വ്രതമല്ലേ, ആ കാര്യം മനസ്സിലോർത്താൽ മതി. മോളെക്കിടത്ത് ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കാനായിട്ട് പറ്റും മോളെ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ നിർമ്മലയും കീർത്തിയും കൂടി ഭക്ഷണവുമായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അങ്ങനെ അവർ രണ്ടാളും ഡൈനിങ് ടേബിളിൽ ഇരിക്കുക. എൻ്റെ അമ്മോ, വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ലായിരുന്നു. എന്താ ഒരു മണം! ആഹാ, എന്ത് രുചി ഭക്ഷണത്തിന്! നല്ലപോലെ വിശന്നിട്ട് കഴിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ഭക്ഷണത്തിനൊക്കെ വല്ലാത്ത രുചി തോന്നുന്നു. പ്രത്യേകിച്ച് ഈ അച്ചാറുണ്ടല്ലോ, നാവിൽ വെക്കുമ്പോൾ തന്നെ അതിന് രുചിയിലങ്ങ് അലിഞ്ഞു പോകുവാണ്. അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് ഗാഥ ഇളക്കാൻ വേണ്ടി തന്നെയാണ് രണ്ടുപേരും ശ്രമിക്കുന്നത്. അത് കണ്ടിട്ട് സുമിത്ര ചോദിക്കണേ, നിർമ്മലെ എന്തായി കാണിക്കുന്നത്? ഇവിടെ ഗാഥമോള് വ്രതത്തിലാണെന്ന് അറിഞ്ഞൂടെ? അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടിയുടെ മുമ്പിലേക്കാണ് ഇങ്ങനെ ഭക്ഷണം കൊണ്ട് വരേണ്ടത്. അല്ല, ഞങ്ങളിപ്പോൾ എന്താ ചെയ്തത്? ഞങ്ങൾക്ക് വിശന്നു, അപ്പോൾ ഭക്ഷണം കഴിച്ചു. അതിന് ഞങ്ങളിപ്പോൾ മറ്റെന്ത് ചെയ്യാനാ? അല്ല, വ്രതം എടുക്കുന്ന ഇവൾക്ക് ഈ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയയിൽ എന്താ കാര്യം? ഇവൾക്ക് വേണമെങ്കിൽ ഇവളിങ്ങോട്ട് ഒന്ന് മാറി നിൽക്കട്ടെ. അന്നേരം കീർത്തി പറയണേ, എൻ്റെ അമ്മായി ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നത് ഫുഡ് കഴിക്കാനല്ലേ, ഞങ്ങളിവിടെ ഇരുന്ന് സമാധാനത്തോടൊന്ന് കഴിച്ചോട്ടെ. അതൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഗാഥക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അന്നേരം ഗാഥ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ എന്നോട് കാണിക്കുന്നതിനൊക്കെ തിരിച്ച് ഇതിനുള്ള പണി തരാനായിട്ട് എനിക്ക് അവസരം കിട്ടും. നിങ്ങളെയൊക്കെ അന്ന് ഞാൻ ശരിയാക്കിക്കോളാം. അമ്മേ, ഞാൻ റൂമിലേക്ക് പോകുക. അങ്ങനെ പറഞ്ഞ് ഗാഥ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം സുമിത്ര പറയണേ, നിർമ്മലേ, ഇതെന്നാലും വളരെ മോശമായിപ്പോയി. ഒന്നുമില്ലെങ്കിലും കുടുംബത്തിലെ ആചാരങ്ങളെക്കുറിച്ചും അതൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും നിനക്ക് നല്ലപോലെ അറിയാമല്ലോ. ഇതുപോലെ വ്രതം മുടക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നിൻ്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ശിക്ഷ നിനക്ക് കിട്ടും. ശാപം വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ് നീ ചെയ്ത് കൂട്ടുന്നതൊക്കെ. അന്നേരം നിർമ്മല പറയണേ, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഒന്ന് വാങ്ങിച്ചോളാം. ഇനി ഏട്ടത്തിയായിട്ട് എന്നെ ശപിക്കാതിരുന്നാൽ മതി. അന്നേരം സുമിത്ര ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം അവർ രണ്ടാളും ചിരിച്ചുകൊണ്ടിരുന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാണ് കേട്ടോ. പിന്നീട് റൂമിലെത്തിയ ഗാഥ ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ്. എന്നിട്ട് ഫോൺ എടുത്ത് ഫുഡ് ഓർഡർ ചെയ്യുവാണ്. അതെ, വളരെ സീക്രട്ടായിട്ട് വേണം ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എത്തിക്കാൻ. അവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം. വേറെ ആരും കാണാനോ ആരെങ്കിലും കണ്ട് ചോദിച്ചാൽ എന്തെങ്കിലും വാതൊട്ട് പറയാനോ നിന്നാൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അങ്ങനെ ഗാഥ ഓർഡർ ചെയ്ത ഫുഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് നവീനും കൃഷ്ണയും കൂടി ഒരു സ്ഥലത്ത് എത്തുവാണ് കേട്ടോ. അധികം ആളൊന്നുമില്ലാത്ത വളരെ ശാന്തമായിട്ടുള്ള സ്ഥലം. അങ്ങനെ നവീൻ കൃഷ്ണയും കൂട്ടി മുമ്പോട്ട് നടക്കുവാണ്. എന്നിട്ട് നവീൻ ചുറ്റും നോക്കിയിട്ട് പറയണേ, വളരെ ശാന്തമായ സ്ഥലം, ആളില്ല, ബഹളമില്ല, ഒന്നുമില്ല. പ്രത്യേകതയൊന്നും ഈ സ്ഥലത്തില്ല, ഭയങ്കര സൈലൻ്റാണ്. പക്ഷേ എനിക്കിത് ഒരു സ്വർഗം പോലെയാണ് തോന്നുന്നത്. കാരണം താൻ എൻ്റെ ഒപ്പം ഉണ്ടല്ലോ. താൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് സ്ഥലവും എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കും, എനിക്ക് സന്തോഷം നൽകുന്നതായിരിക്കും. അങ്ങനെ നവീൻ്റെ വാക്കുകളൊക്കെ കേട്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ കൃഷ്ണയും. ഈ സമയം നവീൻ ചോദിക്കണേ, അല്ല, ഇന്നലെ വരെ നമുക്കിടയിൽ ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ വേഷത്തിൽ വന്ന് താൻ അതിനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും തൻ്റെ ഈ സൈലൻസ് അതെന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. താൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടോ. തൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. അന്നേരം കൃഷ്ണ ചോദിക്കണേ, ഞാൻ എന്താ പറയേണ്ടത്? എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ. എന്നാൽ ശരി, ഞാൻ തന്നെ ചോദിക്കാം. താൻ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? തൻ്റെ ഏതൊക്കെ കോണുകളിലാണ് ഞാനുള്ളത്? അതിനെക്കുറിച്ച് പറയാം. തൻ്റെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അന്നേരം കൃഷ്ണ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. ആ സമയം നവീൻ പറഞ്ഞേ, അതെ, ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല കേട്ടോ. എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ആൻസർ താൻ തന്നേ പറ്റുള്ളൂ. പറ, താൻ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നത്? അതേക്കുന്നതും കൃഷ്ണ പറയണേ, നവീനെ ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ അളവെന്നോട് ചോദിച്ചാൽ അതിൻ്റെ അളവ് എനിക്ക് കൃത്യമായിട്ട് പറയാനറിയില്ല. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഞാൻ നവീനെ സ്നേഹിക്കുന്നുണ്ട്. ആകാശത്തോളം, ഈ ഭൂമിയോളം. പിന്നെ നവീൻ ചോദിച്ചല്ലോ, എൻ്റെ ഏതൊക്കെ കോണിലാണ് നവീനുള്ളതെന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയവും മനസ്സൊന്നും ഇപ്പം എൻ്റെ കയ്യിലല്ല ഉള്ളത്, അതെല്ലാം നവീൻ്റെ കയ്യിലാണ്. കൃഷ്ണയുടെ ആ മറുപടിയിൽ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് നവീൻ. അന്നേരം നവീൻ പറഞ്ഞേ, മതിയടോ, തൻ്റെ നാവിൽ നിന്ന് ഇത് കേട്ടാൽ മതി. അങ്ങനെ പറഞ്ഞ് നവീൻ സന്തോഷത്തോടെ കൃഷ്ണയെ ചേർത്ത് പിടിക്കും. കൃഷ്ണയുടെ തോളിലിങ്ങനെ കൈയിട്ട് രണ്ടുപേരും പരസ്പരം പ്രണയത്തോടെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവർ രണ്ടാളും കാറെടുത്ത് ഒരു കടേൻ്റെ ഇടയിലേക്ക് പോകുവാണ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് നവീൻ കാറിൽ നിന്ന് ഇറങ്ങുവാണ്. എന്നിട്ട് കൃഷ്ണയോട് ചോദിക്കണേ, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? വേണ്ട നവീൻ, ഞാൻ വ്രതത്തിലാണ്. അങ്ങനെയാണോ? എന്നാൽ ശരി, അപ്പോൾ ഒരു കരിക്കിൻ ജ്യൂസ് കുടിക്കാം, അതിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളോടെ കരിക്ക് കുടിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം നവീൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ട് ഐസ്ക്രീം കഴിച്ച ആ കാര്യം ഓർക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ അന്ന് താൻ എൻ്റെ മുമ്പിൽ വളരെ പേടിച്ച് മുഖത്ത് നോക്കാൻ പോലും മടിച്ചായിരുന്നത്.
അത് നമ്മുടെ പ്രണയത്തിൻ്റെ തുടക്കകാലമായിരുന്നല്ലോ. എനിക്കതൊക്കെ ഓർമ്മയുണ്ട് നവീൻ. അങ്ങനെ അവരോരോന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗാഥ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ട് അതെല്ലാം റൂമിലിരുന്ന് ഒളിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗാഥേനെയാണ് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ കടിച്ച് പറിച്ച് തിന്നുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്തായിരിക്കും പെട്ടെന്നാണ് വാതിൽ തുറക്കാൻ പോകുന്നത് ഗാഥ കാണുന്നത്. അത് കാണുന്നതും ഗാഥ വേഗം തന്നെ ഒരു തലോണി എടുത്ത് ചിക്കൻ്റെ ആ ബോക്സ് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഡോർ തുറന്നു വന്ന മുത്തശ്ശി ഇത് കാണുന്നുണ്ടാവും. അന്നേരം മുത്തശ്ശിയെ കാണുന്നതും ഗാഥ പെട്ടെന്ന് അങ്ങ് ടെൻഷനാവുന്നുണ്ട്. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, അല്ല മോളെന്താ ഇവിടെ വന്നിരിക്കുന്നത്? അത് പിന്നെ മുത്തശ്ശി, അമ്മ പറഞ്ഞു റൂമിലിരുന്ന് പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വ്രതം പൂർത്തിയാക്കാനുള്ള ഒരു ധൈര്യം ഭഗവാൻ എനിക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മയുടെ വാക്ക് കേൾക്കാമല്ലോ എന്ന് കരുതിയാണ് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചത്. അന്നേരം മുത്തശ്ശിയാണെങ്കിൽ മറ്റൊന്നും പറയാതെ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ഗാഥ ടെൻഷനിൽ വന്ന് വാതിലടക്കുവാണ്. ആ തള്ളക്കിന് എന്തെങ്കിലും സംശയം തോന്നിക്കാണോ? എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ പറഞ്ഞ് ഗാഥ വീണ്ടും ഭക്ഷണം കഴിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയാണെങ്കിൽ അവിടെ ഇരുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ആ കാഴ്ച കണ്ടിട്ടായിരിക്കും നന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്തു പറ്റി അമ്മ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല നന്ദ, കുടുംബത്തിൻ്റെ നാശത്തിനായി ഓരോരുത്തർ വന്ന് ഓരോ പ്രവൃത്തികൾ കാണിച്ചു കൂട്ടുവാണ്. ഇന്നലെ സുമിത്ര എന്നോട് നിർബന്ധിച്ച കാരണം ഞാൻ ഗാഥയോട് ഇന്നത്തെ ശിവരാത്രി വ്രതത്തിനെക്കുറിച്ച് പറഞ്ഞു. നവീന് വേണ്ടി ആ വ്രതം എടുക്കണമെന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു. അവളതെടുക്കാമെന്ന് സമ്മതിച്ചതാ. പക്ഷേ ഇപ്പതാ റൂമിലിരുന്ന് ചിക്കനോ മറ്റോ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കേട്ടിട്ട് നന്ദൻ ചോദിക്കണേ, അല്ല അതിനിവിടെ ചിക്കനും അങ്ങനത്തെ സാധനങ്ങളൊന്നും പാചകം ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ പാചകം ചെയ്യുന്നത് എന്തിനാ? പുറത്തുനിന്ന് വരുത്തി കഴിക്കാമല്ലോ. നവീന് വേണ്ടി ഈ വ്രതം അനുഷ്ഠിക്കണം എന്നാണ് ഞാൻ അവളോട് പറഞ്ഞത്. നവീന് വേണ്ടി ഈ ഒരു ചെറിയ കാലം പോലും ചെയ്യാൻ ആ കുട്ടിക്ക് പറ്റില്ല. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് കൃഷ്ണമോളെക്കുറിച്ച് ഞാൻ ഓർക്കുമായിരുന്നു. അവൾ നവീന് വേണ്ടി 41 ദിവസം കഠിനമായിട്ടുള്ള വ്രതം അനുഷ്ഠിച്ചില്ലേ. നവീൻ പോലും വ്രതത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. അവൾ പറഞ്ഞതെന്താ, നവീൻ്റെ ജീവനും ആയുസിനും വേണ്ടിയിട്ട് എത്ര കഠിനമായ വ്രതം കൊടുക്കാനും താൻ തയ്യാറാണെന്ന്. അത്രയും തങ്കം പോലത്തെ മനസ്സുള്ള പെൺകുട്ടിയല്ലേ നമുക്ക് കൈവിട്ടു പോയത്. നന്മയുടെ ദേവതയല്ലേ പാടിയിറങ്ങിപ്പോയത്. പകരം വന്നു കയറിയതോ തിന്മയുടെ നിറകുടം. അവളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ നന്ദ എന്ന് പറഞ്ഞ് മുത്തശ്ശിയാകെ വിഷമിക്കുവാണ്. അന്നേരം നന്ദൻ മുത്തശ്ശി ആശ്വസിപ്പിക്കണേ, അമ്മ സമാധാനത്തോടെ ഇരിക്കും, എല്ലാം ശരിയാകും. കുറച്ച് വൈകിട്ടാണെങ്കിലും കൃഷ്ണമോളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നവീൻ്റെ സന്തോഷം നമുക്ക് വീണ്ടെടുക്കാമേ. ഈ സമയം മുത്തശ്ശി വരണേ, എന്താണെങ്കിലും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൃഷ്ണമോൾക്ക് എന്താണെങ്കിലും അറിയാം. അവൾ ഈ വ്രതമൊക്കെ എടുക്കുന്നുണ്ടാകും. അവളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് ഒരു ബെഞ്ചിലിരിക്കുന്ന കൃഷ്ണേനെയാണ്. ഈ സമയം കൃഷ്ണയുടെ മടിയിൽ തല വെച്ച് കൊണ്ട് കിടക്കുമായിരിക്കും നവീൻ. അന്നേരം നവീൻ കൃഷ്ണയെ തന്നെ നോക്കുവാണ്. കൃഷ്ണയെ നവീനെ തന്നെ നോക്കി കിടക്കുവാണ്. ഈ സമയം നവീൻ ചോദിക്കുന്നുണ്ട്, അല്ലടോ എൻ്റെ മുഖത്ത് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. മുഖത്ത് എന്തോ വല്ലാത്തൊരു തിളക്കം തോന്നുന്നുണ്ട്. ശരിയാ, സത്യം പറഞ്ഞാൽ ഞാനിന്ന് ഒത്തിരി സന്തോഷത്തിലാണ്. ഞാനിപ്പോൾ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയോ? കളരിക്കലേക്ക് പോകാതെ നമുക്കിങ്ങനെ പുറം ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്നാലോ എന്നാണ്. അപ്പോൾ താൻ എപ്പോഴും ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുമല്ലോ. സത്യം പറയാലോ കഥ, താൻ എപ്പോഴും ഇതുപോലെ ഇരുന്നാൽ മതി. ഇതുപോലെ സിമ്പിളായിട്ട് വേഷം ധരിച്ച് സിമ്പിളായിട്ട് സംസാരിക്കുന്ന മനസ്സിൽ മുഴുവൻ നന്മയോടെ ഇരിക്കുന്ന ഈ കഥ എനിക്കൊത്തിരി ഇഷ്ടം. കളരിക്കലേക്ക് ചെന്ന് കഴിഞ്ഞാൽ താനെ മോദിവിയായിട്ട് മാറും. എടോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. തൻ്റെ നിഷ്കളങ്കമായ സംസാരവും ചിരിയും കളിയൊക്കെ ഞാൻ ഇത്രയും ദിവസം മിസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതെനിക്കൊക്കെ തിരികെ കിട്ടിയില്ലേ. ഞാനിപ്പോൾ എത്ര ഹാപ്പിയാണെന്നറിയോ? ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണല്ലോ. ഇനിയും മുമ്പോട്ട് നമുക്ക് കുറേ ദൂരം സഞ്ചരിക്കാനുള്ളതല്ലേ. ഈ സമയം കൃഷ്ണ പറയണേ, അയ്യോ നവീൻ, സമയം കുറേ ആയില്ലേ, നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ? എടോ താനെന്തിനെങ്ങനെ ടെൻഷനാവുന്നത്? എനിക്ക് താനിപ്പോൾ പെരുമാറുന്ന കാണുമ്പോൾ തോന്നുന്നത് കാമുകനൊപ്പം വീട്ടിലാരും അറിയാതെ രഹസ്യമായിട്ട് കറങ്ങാൻ വന്നതുപോലെയാ. വീട്ടിൽ അച്ഛനറിഞ്ഞ വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പോകണമെന്ന് പറയുന്നത് പോലെയാ തൻ്റെ സംസാരം. നമ്മൾ രണ്ടാളും ഒന്നിച്ചല്ലേ പുറത്തു പോയത്. കുറച്ച് ലേറ്റ് ആയാലും ഒരു കുഴപ്പമില്ല. എന്നാലും വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം. നവീനൊരു കാര്യം ചെയ്യ്, എന്നെ വഴിയിൽ ഇറക്കി വിട്ടാൽ മതി. എന്നിട്ട് നവീൻ ഓഫീസിലേക്ക് പോയിക്കോ, ഞാൻ വീട്ടിലേക്ക് വന്നോളാം. എന്തിന്? നമ്മൾ ഒന്നിച്ചല്ലേ വന്നത്? അതല്ല നവീൻ, അവിടെ മാണിക്കുഞ്ഞ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിരിക്കുകയല്ലേ, അതൊക്കെ ചെക്ക് ചെയ്യണ്ടേ നവീന്? എടോ മാണിക്കുഞ്ഞൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാലേ എനിക്ക് പിന്നെ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അയാളതെല്ലാം കൃത്യമായിട്ട് ചെയ്തോളും. നമ്മളൊന്നിച്ച് ഇനി വീട്ടിലേക്ക് പോകുന്നു. വേണമെങ്കിൽ നമുക്ക് ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹോട്ടലുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് പോയിട്ട് ഒന്ന് ഫ്രഷപ്പായിട്ട് വൈബ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാം. അതൊന്നും വേണ്ട നവീൻ, തൽക്കാലം ഇപ്പോൾ ഒന്നും വേണ്ട. ശരി, തനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വേണ്ട. എന്തായാലും തനി ആ പേരും പറഞ്ഞ് അപ്സെറ്റ് ആവണ്ട. വീട്ടിലേക്ക് പോകാമെങ്കിൽ അങ്ങനെ തന്നെ. താൻ വാ, വന്ന് വണ്ടിയിൽ കയറും. അങ്ങനെ കൃഷ്ണയാണെങ്കിൽ ആകെ ടെൻഷനിൽ കാറിലിരിക്കുമോ. ഇപ്പോൾ നവീനെങ്ങാനും എന്നെയും കൂട്ടി വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമല്ലോ. അവിടെ ഗാഥ ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ കൃഷ്ണ ഫോൺ എടുത്ത് ഗാഥയെ വിളിക്കാനായിട്ട് ശ്രമിക്കുവാണ്. ഈ സമയം നവീൻ ചോദിക്കണേ, ആരെ വിളിക്കുന്നത്? മനസ്സിലായി, മമ്മീനെ ആയിരിക്കും അല്ലേ. തൽക്കാലം താനിപ്പോൾ മമ്മീനെ വിളിക്കേണ്ട. ഇപ്പം താൻ എൻ്റെ കൂടെ ഹാപ്പിയല്ലേ.
നമുക്ക് വീട്ടിലെത്തിയിട്ട് നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് മമ്മീനെ വിളിച്ച് സംസാരിക്കാം. അതെ, മമ്മിയെ വിളിക്കാൻ സമ്മതിക്കാത്തതിൽ താൻ എന്നോട് പരിഭവിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഈ യാത്രയിൽ വേറെ ആരെ ഇടയ്ക്കെത്തോ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടല്ലേ. ഈ സമയം കൃഷ്ണയാണെങ്കിൽ ആകെ ടെൻഷനിലിരിക്കുവാണ്. എന്നിട്ട് നവീനോട് പറയണേ, നവീൻ വണ്ടി ഒന്ന് നിർത്തുമോ? എന്തുപറ്റി? എനിക്ക് 2-3 പേരൊക്കെ വാങ്ങിച്ചു തരുമോ? അത്രേ ഉള്ളോ? താൻ എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ നടത്തി തരില്ലേ. താൻ വാ, നമുക്ക് രണ്ടാൾക്കും കൂടി ഒന്നിച്ച് പോയി വാങ്ങാം. അത് വേണ്ട, നവീൻ വാങ്ങിയിട്ട് വന്നാൽ മതി, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. എടോ താനും കൂടി വാടോ. വേണ്ട, നവീൻ ചെന്ന് വാങ്ങ്. നവീന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, വണ്ടി എടുത്തോ. എടോ താനൊരാഗ്രഹം പറഞ്ഞിട്ട് ഞാനത് നടത്തി തരാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ശരി, താൻ ഇവിടെ തന്നെ നിന്നാൽ മതി. എത്ര പേരൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി. 2-3 മതി. എന്നാൽ ശരി, ഞാൻ വാങ്ങിയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് നവീൻ പേരൊക്കെ വാങ്ങാനായിട്ട് ആ കടയിലേക്ക് ചെല്ലുവാണ്. ഈ സമയം കൃഷ്ണ വേഗം തന്നെ ഗാഥയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. അന്നേരം ഗാഥ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കൃഷ്ണയുടെ കോള് കാണുന്നതും ഗാഥയ്ക്ക് അങ്ങ് ദേഷ്യം വരുവാ. ഇവളോട് ഞാൻ വിളിക്കരുതെന്നല്ലേ പറഞ്ഞത്? വൃത്തിയായിട്ടവൾ വീണ്ടും വിളിക്കുവാണ്. അങ്ങനെ പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് അവിടെ നിന്നും പോകുവാണ്. അന്നേരം കൃഷ്ണയാണെങ്കിൽ ടെൻഷനാകുക. ഈ ഗാഥ എന്താ ഇങ്ങനെ? ഗാഥ എന്താ ഫോൺ എടുക്കാത്തത്? അങ്ങനെ പറഞ്ഞ് വീണ്ടും വിളിക്കാനായിട്ട് ശ്രമിക്കുവാണ് കേട്ടോ. അപ്പോഴേക്ക് നവീൻ തിരികെ എത്തുക. നവീൻ കാറിൽ കയറിയിട്ട് ചോദിക്കണേ, അത് ശരി, ഞാൻ പോയ തക്കത്തിന് താൻ മമ്മിയെ വിളിച്ചു അല്ലേ? മമ്മിയെ വിളിക്കാഞ്ഞിട്ട് തനിക്ക് സമാധാനമില്ലാന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇപ്പം ആശ്വാസമില്ലേ? ഇത് പിടിക്ക്, താൻ ആവശ്യപ്പെട്ട പേരൊക്കെ കഴിച്ചോ. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ പറയണം കേട്ടോ. തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിരുന്നത് എനിക്കൊത്തിരി സന്തോഷമുള്ള കാര്യവും. എന്നാൽ നമുക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് നവീൻ കാറെടുക്കുവാണ്. അന്നേരം ടെൻഷനോട് കൂടി ഇരിക്കുവാണ് കൃഷ്ണ. പിന്നീട് കാണിക്കുന്നത് ഗാഥ നവീൻ പറഞ്ഞതുപോലെ കുറച്ച് സിമ്പിളായിട്ടുള്ള സാരിയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുവാണ്. എന്നിട്ട് ഹോളിലേക്ക് വരുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുവാ. അന്നേരം മുത്തശ്ശിയോട് ചോദിക്കണേ, മുത്തശ്ശി എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് കാണാൻ? കൊള്ളാം, കുട്ടിക്ക് നന്നായി ചേരുന്നുണ്ട്. നവീൻ എന്നോട് പറഞ്ഞിരിക്കുക നവീന് സിമ്പിൾ ഡ്രസ്സാണ് ഇഷ്ടമെന്ന്. നവീൻ ഇഷ്ടങ്ങളല്ല ഞാൻ നോക്കേണ്ടത്. അത് കേട്ട മുത്തശ്ശി മനസ്സിലാലോചിക്കണേ, നീ എങ്ങനെയൊക്കെ വേഷം കിട്ടിയാലും നവീൻ്റെ മനസ്സിൽ പതിഞ്ഞ പെൺകുട്ടിയാവാൻ നിന്നെക്കൊണ്ട് പറ്റില്ലടി. അന്നേരം ഗാഥ ചോദിക്കണേ, എന്താ മുത്തശ്ശി ആലോചിക്കുന്നത്? ഒന്നുമില്ല. മനസ്സിലായി, ഞാനിത്രയും ഒരുങ്ങി നിൽക്കുന്നത് എന്തിനാണെന്നല്ലേ? നവീനിന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെയും കുട്ടി ഔട്ടിങ്ങിന് പോകാനാണ് നവീൻ പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുക. അത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്ടോ നിർമ്മലയും കീർത്തിയൊക്കെ. അല്ല, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? വല്ല സർപ്പക്കവലേക്കോ മറ്റോ ആണോ? അല്ല, നിനക്ക് വല്ലാത്ത പേടിയാണല്ലോ, അത് മാറ്റിയെടുക്കണമല്ലോ. അന്നേരം കീർത്തി പറയണേ, അല്ല, ഈ ഡ്രസ്സിട്ടാണോ പോകുന്നത്? ഈ ഡ്രസ്സിനൊരു കുഴപ്പമുണ്ടല്ലോ അമ്മേ. സർപ്പങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറമാണ് പച്ച. അത് കേൾക്കുന്നതും നിർമ്മല പറയണേ, ആണോ? അത് കലക്കി. ഒന്നാമത് ഈ വീട്ടിൽ സർപ്പങ്ങളെ മുട്ടിയിട്ട് പൊറുതിയില്ല. അപ്പോൾ ഇനി അവർക്കിഷ്ടപ്പെട്ട ഈ പച്ച സാരിയും കൂടി ഇട്ടിട്ട് പോയാലോ? സർപ്പങ്ങളെല്ലാവരും കൂടി ഇവളെ അങ്ങ് പൊതിഞ്ഞോളും. അങ്ങനെ അവരുടെ സംസാരമൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഗാഥയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്